സ്വാഗതം. പകൽ വാർത്ത. ആദ്യം തലക്കെട്ട്. വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റത്തിൽ അദാനിയും സർക്കാരും രണ്ട് തട്ടിൽ. MSCയുടെ നിക്ഷേപം സർക്കാർ അറിഞ്ഞില്ലെന്ന് മുഖ്യമന്ത്രി. വി.ഡി. സതീശൻ. അദാനി പോർട്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു കത്തടപാടോ ഒരു ഇൻഫർമേഷനോ ഗവൺമെന്റ് നൽകിയിട്ടില്ല. നമ്മുടെ മുൻകൂർ അനുമതി ഇല്ലാതെ അവർക്ക് ഒരു തരത്തിലും ഇതിനകത്ത് ഒരു ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ചെയ്യാൻ പാടില്ല. നിക്ഷേപത്തിൽ ആശങ്ക രേഖപ്പെടുത്തി പ്രതിപക്ഷ നേതാവും. LDFന്റെ നേട്ടമെന്ന് ദേശാഭിമാനിയുടെ ലേഖനം. ബജറ്റ് വിഹിതം കുറച്ചതിൽ കടുത്ത ആശങ്കയിൽ തദ്ദേശ സ്ഥാപനങ്ങൾ. വിഹിതം കുറഞ്ഞുപോയെന്ന് സമ്മതിച്ച മുഖ്യമന്ത്രിയും. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം അവതാളത്തിലാകുമെന്ന് പ്രതിപക്ഷം. PSC ക്രമക്കേടിൽ ഉന്നതതല അന്വേഷണം ഉടൻ. കടുത്ത നിലപാടിൽ മുഖ്യമന്ത്രി. അതീവ ഗുരുതര വിഷയമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ വി.ഡി. സതീശൻ. അനധികൃത നിയമനം റദ്ദ് ചെയ്യണമെന്നും PSCയെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നുവെന്നും മന്ത്രി OJ ജനീഷ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിൽ മന്ത്രിസഭയിൽ തർക്കം. സണ്ണി ജോസഫ് ഉന്നയിച്ച പേരുവെട്ടി മുഖ്യമന്ത്രി. ശേഷാദ്രിയെ തന്നെ നിയമിക്കണമെന്ന് വി.ഡി. സതീശൻ. വിഷയത്തിൽ ഇടപെടാൻ ഹൈക്കമാൻഡ്. മാസപ്പടി കേസിൽ റിയാസിനെതിരെയും ED അന്വേഷണം. മുൻ മന്ത്രിയുടെ പണമിടപാടുകൾ പരിശോധിക്കും. വീണയുടെ അക്കൗണ്ടിൽ നിന്നും ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് വൻ തുകകൾ എത്തിയോ എന്നതിൽ വ്യക്തത തേടി ED. ജയിലിനുള്ളിൽ നിന്ന് വീണ്ടും കൊടിസുനിയുടെ ഫോൺ വിളി. TP കേസ് പ്രതി ഫോൺ വിളിച്ചത് തവനൂർ ജയിലിൽ തടവിലിരിക്കെ. വിളിച്ചത് സഹതടവുകാരന്റെ ഫോൺ കാർഡ് ഉപയോഗിച്ച്. അന്വേഷണം പ്രഖ്യാപിച്ചു ജയിൽ സൂപ്രണ്ട്. രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വില കുറച്ചു. സിലിണ്ടറിന് കുറച്ചത് 180 രൂപ. വിമാന ഇന്ധനത്തിനും വില കുറച്ചു. LPG സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. അയോധ്യ ക്ഷേത്രക്കൊള്ള അന്വേഷിക്കാൻ EDയും. ED ഇടപെടൽ തേടി UP സർക്കാർ ഉടൻ കത്ത് നൽകും. തട്ടിപ്പിൽ കൂടുതൽ അറസ്റ്റിന് SIT. ശബരിമല വികസനത്തിൽ സർക്കാർ തീരുമാനങ്ങൾക്ക് കോടതി എതിരാകുന്നുവെന്ന് ദേവസ്വം മന്ത്രി. എതിർപ്പ് അറിയിക്കാത്തത് ബഹുമാനമുള്ള ഡയറക്ഷൻ പോലും ഹൈക്കോടതിയിൽ നിന്നാണ് വരുന്നത്. അത് ഒരു കോടതിയോട് ബഹുമാനമുള്ളതുകൊണ്ട് നമ്മൾ പ്രതികരിക്കുന്നില്ല എങ്കിലും ഏകീകൃത ദേവസ്വം ബോർഡ് ആലോചിച്ച് മാത്രം തീരുമാനം. സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ ഇടപെടില്ലെന്നും മുരളീധരൻ. ആഭ്യന്തരമന്ത്രിയെ കണ്ടത് സൗഹൃദ സന്ദർശനം മാത്രമെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഹെൽമറ്റ് ഇല്ലാത്ത സ്കൂട്ടർ യാത്രയിൽ പരാതി നൽകി യൂത്ത് കോൺഗ്രസ്. സംസ്ഥാനത്ത് സെൻസസ് നടപടികൾക്ക് രണ്ടാം ഘട്ട തുടക്കമായി. കണക്കെടുപ്പിന് ഉദ്യോഗസ്ഥർ രംഗത്ത്. ഏറ്റവും അധികം സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയത് എറണാകുളം ജില്ലയിൽ, കുറവ് ഇടുക്കിയിൽ. ചേർത്തല ദേശീയപാതയിൽ രൂപപ്പെട്ട ഗർത്തം മൂടി. പരിശോധനയ്ക്ക് NHPWD ഉദ്യോഗസ്ഥരും കളക്ടറും. കോഴിക്കോട് വടകര ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചു. കൊച്ചിയിലെ വിവാദ തൂഫാൻ യോഗത്തിൽ വിശദീകരണവുമായി പോലീസ്. സ്വകാര്യ പരിപാടിയെന്ന് കമ്മീഷണർ. K. സുധാകരനെ ക്ഷണിച്ചു വരുത്തിയതെന്ന് സംഘാടകർ. ഗുണ്ടകളായിരുന്നെന്ന് കരുതി ആരെയും മാറ്റി നിർത്തരുതെന്ന് പ്രതികരണം. R. സുഗതനെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കി പോലീസ്. വിയ്യൂരിൽ നിന്നെത്തിച്ചത് വട്ടിയൂർക്കാവിലെ 2 കേസുകളിലെ പ്രൊഡക്ഷൻ വാറണ്ടിനെ തുടർന്ന്. കസ്റ്റഡി അപേക്ഷ നൽകി പോലീസ്. മോശം അനുഭവമുണ്ടായെന്ന് കോടതിയിൽ സുഗതൻ. ജാമ്യത്തിന് കൊണ്ടുപിടിച്ച ശ്രമവുമായി BJP നേതൃത്വം. അൻസിബയുടെ പരാതിയിൽ നിലപാട് വ്യക്തമാക്കി പോലീസ്. വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് കമ്മീഷണർ. നടപടി
കോടതി ഉത്തരവ് ലഭിച്ചാൽ ഉടനെയെന്നും കാളിരാജ് മഹേഷ് കുമാർ. കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയിലും മംഗളൂരുവിലും വ്യാപക നാശനഷ്ടം. മംഗളൂരുവിൽ 3 മരണം. കാസർഗോഡ് സംസ്ഥാന പാതയിൽ കൂറ്റൻ പാറ പതിച്ച കാറിലെ യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കണ്ണൂരിൽ പോലീസ് സ്റ്റേഷന്റെ മേൽക്കൂര തകർന്നു. കോഴിക്കോട് ഓമശ്ശേരിയിലും ഒഴിവായത് വൻ ദുരന്തം. പശ്ചിമേഷ്യയിൽ സമാധാന ശ്രമങ്ങളിൽ അനിശ്ചിതത്വം. ഖത്തറിലെത്തിയ US ഇറാൻ പ്രതിനിധികളുടെ കൂടിക്കാഴ്ച നടന്നില്ല. ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾക്കായി കടും പിടുത്തം തുടർന്ന് ഇറാൻ. വിശദമായി. ജയിൽ ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് ഫോൺ വിളിച്ച സംഭവത്തിൽ കൊടി സുനിയെ തവനൂർ സെൻട്രൽ ജയിലിലെ പണിഷ്മെന്റ് സെല്ലിലേക്ക് മാറ്റി. സഹതടവുകാരന്റെ ഫോൺ കാർഡ് ഉപയോഗിച്ച് ഫോൺ വിളിച്ചതായി കണ്ടെത്തിയോടത്തോടെയാണ് നടപടി. ഒറ്റയാൾ മുറിയിൽ താമസിപ്പിച്ചിരുന്ന കൊടിസുനിക്ക് സെല്ലിന് പുറത്തിറങ്ങാനാവില്ല. ജയിലിലെ മറ്റ് സൗകര്യങ്ങളും ലഭിക്കില്ല. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, കൊടിസുനി ജയിലിൽ നിന്ന് ഫോൺ വിളിക്കുന്നത് ഇതാദ്യത്തെ സംഭവമല്ല. സർക്കാർ മാറിയാലും ഇതിന് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല എന്നതാണ് സാഹചര്യം. എന്താണ് ഇത് സംബന്ധിച്ച് പോലീസിന്റെ വിശദീകരണം? സജിത്ത്, മൊബൈൽ ഫോൺ ഉപയോഗിച്ചല്ല ഇത് ഫോൺ വിളിച്ചിരിക്കുന്നത്. ജയിലിലെ തടവുകാർക്ക് അവരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ആഴ്ചയിൽ 3 തവണ വിളിക്കാൻ ലാൻഡ് ലൈൻ ഉപയോഗിച്ച് വിളിക്കാൻ, അതും ജയിൽ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വിളിക്കാനുള്ള സൗകര്യമുണ്ട്. ഇങ്ങനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഫോൺ വിളിക്കാൻ ഉപയോഗിക്കുന്ന കാർഡ് അത് മറ്റൊരു തടവുകാരൻ്റെ കയ്യിൽ നിന്നും ഇയാൾ മോഷ്ടിച്ച് അത് ഉപയോഗിച്ച് വിളിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. അതല്ലാതെ മൊബൈൽ ഫോൺ ഒളിപ്പിച്ച് വിളിച്ച പഴയ സംഭവമല്ല തവനൂരിൽ ഉണ്ടായിട്ടുള്ളത്. ജയിൽ അധികൃതർ മറ്റ് എല്ലാ തടവുകാർക്കും കൊടുക്കുന്ന ലാൻഡ് ഫോൺ ഉപയോഗിച്ച് മറ്റൊരാളുടെ കാർഡ് ഉപയോഗിച്ച് വിളിച്ചു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. അതല്ലാതെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ഫോൺ വിളിയല്ല എന്ന് ആദ്യം വ്യക്തമാക്കട്ടെ. അതിനു പുറമെ ഇയാളെ ഇപ്പോൾ ആ പ്രശ്നത്തിന് ശേഷം ഒരു കൂടുതൽ കർശനമായ സുരക്ഷാ സൗകര്യങ്ങളുള്ള സെല്ലിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് തടവുകാരുമായിട്ട് കാണാനോ സംസാരിക്കാനോ മറ്റ് സൗകര്യങ്ങളോ ഫോൺ വിളിക്കാനുള്ള സൗകര്യങ്ങളടക്കം ഇയാൾക്ക് ഉണ്ടാകില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഈ ഫോൺ വിളിയെക്കുറിച്ച് പോലീസ് ജയിൽ വകുപ്പ് അധികൃതർ പറയുന്നത് 3 പേരെയാണ് ആഴ്ചയിൽ ഇവർക്ക് വിളിക്കാനുള്ള സൗകര്യമുള്ളത്. അത് കാർഡ് ഉപയോഗിച്ചാണ് വിളിക്കുക. അത് മറ്റൊരാളുടെ കാർഡ് ഇയാൾ മോഷ്ടിച്ചെടുത്ത് അതുപയോഗിച്ച് വിളിച്ചു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന പരാതി. അതിന് ആണിപ്പോൾ നടപടി ഉണ്ടായിട്ടുള്ളത്. എന്നാണെങ്കിലും തവനൂർ ജയിലിൽ വന്നതിന് ശേഷം കൊടിസുനി ജയിൽ മാറാനുള്ള, കണ്ണൂർ ജയിലിലേക്ക് മാറാനുള്ള നീക്കമൊക്കെ കുറേ കാലമായി നടത്തിയെങ്കിലും അതൊന്നും തന്നെ ഫലം കണ്ടിരുന്നില്ല. പരോൾ ലഭിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അതും ഫലം കണ്ടില്ല. ഈ വിഷയങ്ങൾക്കൊക്കെ ഇടയിൽ തന്നെ ആണ് ഇപ്പോൾ തവനൂരിൽ കൊടിസുനി മറ്റൊരാളുടെ ഫോൺ കാർഡ് ഉപയോഗിച്ച് ഫോൺ വിളിച്ചത്. അതിനെ തുടർന്ന് അയാൾക്കെതിരെ കൂടുതൽ കർശന നടപടി ജയിലിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ കൊടിസുനി കയ്യിൽ ചരട് കെട്ടിയിരുന്നു. ആ ചരട് അഴിച്ചു മാറ്റാൻ ഉദ്യോഗസ്ഥർ പറഞ്ഞതും ഇയാൾ അതിന് വിസമ്മതിച്ചതൊക്കെ വലിയ പ്രശ്നമാവുകയും ജയിൽ ഉദ്യോഗസ്ഥനെ കൊടിസുനി ഭീഷണിപ്പെടുത്തുന്നൊരു സാഹചര്യമൊക്കെ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ് കൊടിസുനി വീണ്ടും തവനൂർ ജയിലിൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നതും തുടർന്ന് ഇയാൾക്ക് ഇപ്പോൾ കൂടുതൽ കർശന നിയന്ത്രണങ്ങൾ ജയിലിൽ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും കൊടിസുനി ഫോൺ കാർഡ് ഉപയോഗിച്ച് മറ്റൊരാളുടെ ഫോൺ കോഡ് തട്ടിയെടുത്ത് മോഷ്ടിച്ചെടുത്ത് ഫോൺ വിളിച്ചു എന്നതാണ് കുറ്റം. ഇതിലാണ് ഇപ്പോൾ നടപടികളുണ്ടാകുന്നത്. മാസപ്പടി കേസിൽ മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെയും EDയുടെ അന്വേഷണം വരും. വീണ റിയാസ് പണമിടപാടുകളിലാണ് അന്വേഷണം വരുന്നത്. വീണയുടെ അക്കൗണ്ടിൽ നിന്നും ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടുകളിലേക്ക് വൻ തുകകൾ കൈമാറിയിട്ടുണ്ടോ എന്ന കാര്യമാണ് ED പരിശോധിക്കുന്നത്. CMRL എക്സാലോജിക്ക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള വീണ ടിക്കെതിരായുള്ള അന്വേഷണം ഭർത്താവ് PA മുഹമ്മദ് റിയാസിലേക്കും നീളുകയാണ്. 2020 ജൂൺ 15 മുഹമ്മദ് റിയാസും വീണയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. അതേസമയം 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിലാണ് CMRLന്റെയും എക്സാലോജിക്കിന്റെയും മാസപ്പടി ഇടപാടുകൾ നടന്നിട്ടുള്ളത്. 2.78 കോടി രൂപയാണ് മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട CMRL എക്സാലോജിക് കമ്പനിക്ക് നൽകുന്നത്. ഇതിൽ വീണയെ മാർക്കറ്റിംഗ് IT കൺസൾട്ടന്റായി നിയമിച്ച് 5 ലക്ഷം രൂപ വീണയ്ക്കും 3 ലക്ഷം രൂപ എക്സാലോജിക് കമ്പനിക്കുമാണ് CMRL നൽകി വന്നത്. ഈ പണം എവിടെയെന്നാണ് ED കണ്ടെത്തുന്നത്. വീണയുടെ
വീണയുടെ ഫ്രീസ് ചെയ്ത അക്കൗണ്ട് HDFC ബാങ്കിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരുന്നു. അതിൽ ലോക്കർ ഉൾപ്പെടെ പരിശോധിച്ചപ്പോഴും 1.5 ലക്ഷം രൂപയാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അതേസമയം 2014-15 1 ലക്ഷം രൂപ മൂലധനത്തിൽ ഈ എക്സാലോജി കമ്പനി സ്ഥാപിതമാകുന്നത്. ഈ 1 ലക്ഷം രൂപയിൽ നിന്നും 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ കോടിക്കണക്കിന് രൂപ കമ്പനി വരുമാനമുണ്ടാക്കിയിരുന്നു. ആ പണം എവിടെ എന്നുള്ളതാണ് ED കണ്ടെത്തുന്നത്. 2020 ശേഷം വീണയുടെ അക്കൗണ്ടുകളിൽ നിന്നും മറ്റ് അക്കൗണ്ടുകളിലേക്കോ PM മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്കോ പണം മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ED പരിശോധിച്ചു വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മുഹമ്മദ് റിയാസിനെയും ED ചോദ്യം ചെയ്യും. മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടുകളും പരിശോധിക്കുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. വീണയും എക്സാലോജി കമ്പനിയും CMRലും തമ്മിലുണ്ട്. വീണയുടെ എക്സാലോജി കമ്പനിയും CMRലും തമ്മിലുള്ള ഇടപാടുകളുടെ പണം അത് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ളതാണോ എന്നുള്ളതാണ് പ്രധാനമായും EDയുടെ ഈ അന്വേഷണം ഒടുവിൽ എത്തി നിൽക്കുന്നത് PM മുഹമ്മദ് റിയാസിലാണ്. PSC ക്രമക്കേടിൽ ഉന്നതതല അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കും. കടുത്ത നിലപാടിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ. അതീവ ഗുരുതരമായ വിഷയമെന്നാണ് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി വിലയിരുത്തിയത്. ക്രമക്കേടിൽ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് അദ്ദേഹം നിലപാടിൽ. സംസ്ഥാന ആസൂത്രണ ബോർഡിൽ ചീഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡിവിഷനിൽ ഉള്ള നിയമനമാണ് വലിയ വിവാദമായി മാറിയത്. ഇതിൻ്റെ മൂല്യനിർണ്ണയത്തിലാണ് വലിയ ക്രമക്കേടെന്നായ പരാതി ഉയർന്നത്. 10 ചോദ്യത്തോളം, അതായത് ഏകദേശം 51 മാർക്കിൻ്റെ ചോദ്യം ചില ഉദ്യോഗാർത്ഥികളുടെ 51 മാർക്കിൻ്റെ ചോദ്യം മൂല്യനിർണ്ണയം നടത്താതെ പോയി എന്നതാണ് വിവാദത്തിന് തുടക്കം. അതോടുകൂടി ഈ ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ തഴയപ്പെട്ടു. മറ്റു ചില ആളുകൾക്ക്, ആസൂത്രണ ബോർഡിൻ്റെ ജോലിയുള്ള ചില ആളുകൾക്ക് അവിടെ നിയമനം നൽകുകയും ചെയ്തു. കേരള ഗവൺമെൻറ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ബന്ധപ്പെട്ട ആളുകൾക്കാണ് ഇത്ര നിയമനം നൽകിയെന്ന ആരോപണമാണ് ഉയർന്നത്. ഉദ്യോഗാർത്ഥികൾ കോടതിയിൽ പോയതോടുകൂടിയാണ് തട്ടിപ്പ് പുറത്തു വരുന്നത്. പിന്നീട് PSC ഈ റാങ്ക് പട്ടിക റദ്ദാക്കുമെന്ന് നിലപാടെടുക്കുകയും ചെയ്തു. ഏതായാലും ഈ വിഷയത്തിൽ PSC ആഭ്യന്തര അന്വേഷണത്തിനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ആഭ്യന്തര വിജിലൻസ് PSCയിലെ SP റാങ്കിലുള്ള വിജിലൻസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്നാണ് PSCയുടെ നിലപാട്. എന്നാൽ ഈ അന്വേഷണം പോരാ, ഇതും വലിയ ക്രമക്കേടാണ്. ഇതിൽ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ശക്തമായ അന്വേഷണം വേണം. IAS റാങ്കിൽ കുറയാതെ ഉദ്യോഗസ്ഥ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഉയർന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അതിശക്തമായ പ്രക്ഷോഭത്തിനും യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള യുവജന സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. PSCയുടെ നാളിതുവരെ നടത്തപ്പെട്ട പരീക്ഷകളെ സംബന്ധിച്ച് ഒരു സ്ക്രീനിംഗ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ PSCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഉയർന്ന റാങ്കിൽ ഇപ്പോൾ ആഭ്യന്തര വിജിലൻസാണ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. PSCയുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടൊക്കെ റാങ്കിങ്ങിൻ്റെ ഒരു വ്യത്യാസം കൊണ്ട് തന്നെ വളരെ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഈ വിഷയത്തെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും സംസ്ഥാന ഗവൺമെൻറ്റിന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ ഇന്ന് കണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ആവശ്യം ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. PSC നിയമനങ്ങളിൽ വലിയ ക്രമക്കേടുണ്ട്, സ്വജനപക്ഷപാതമുണ്ടെന്ന ആരോപണം നേരത്തെ പിണറായി സർക്കാരിൻ്റെ 2 സർക്കാരുകളുടെ കാലത്തും ഉയർന്നു വന്നു. പോലീസ് റാങ്ക് പട്ടികയിലടക്കം SFI നേതാക്കൾ കടന്നുകൂടിയതിൽ വിവാദമായിരുന്നു. അതിനുശേഷം മറ്റു ചില പ്രധാനപ്പെട്ട പട്ടികകളിലും KAS, അതുപോലെ തന്നെ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് PRD നടത്തുന്ന PRD നിയമനത്തിലുള്ള ഇൻഫർമേഷൻ അസിസ്റ്റന്റ് തസ്തികയിലടക്കം ക്രമക്കേട് നടന്നതായെന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. ഇതിലും അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇതിൽ കടുത്ത നടപടി ഉണ്ടാകും, ഈ PSC അഴിമതി ആരോപണത്തിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗുരുതരമായ വിഷയമാണ്, ഗൗരവത്തോടുകൂടി സർക്കാർ കാണുന്ന വിഷയമാണ്. വൈകാതെ ഇക്കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകും. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്ന ഈ PSC നിയമനങ്ങളിൽ മൊത്തത്തിലൊരു സ്ക്രീനിംഗ് വേണമെന്ന ആവശ്യവും ഉയർന്നു വരുന്നുണ്ട്. അതിൽ ഏതൊക്കെ പട്ടികകളാകും അന്വേഷണ പരിധിയിൽ വരുന്നത് വൈകാതെ അറിയാൻ കഴിയും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനത്തെ ചൊല്ലി മന്ത്രിസഭാ യോഗത്തിലും തർക്കമുണ്ടാവുകയാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മുന്നോട്ട് വെച്ച പേര് മുഖ്യമന്ത്രി വെട്ടി. ശേഷാദ്രിയെ തന്നെ നിയമിക്കണമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി നിലപാടെടുത്തു. മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ കടുത്ത അതൃപ്തിയിലാണ് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ. VD സതീശന്റെ തീരുമാനം KPCC നിർദ്ദേശം മറികടന്നെന്ന വിലയിരുത്തലാണ് ഉണ്ടാവുന്നത്. ശേഷാദ്രിയുടെ നിയമന വിവാദത്തിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ ഇടപെടലും ഉണ്ടാവുകയാണ്. പാർട്ടിയുമായി കൂടിയാലോചിക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകാനാണ് AICCയുടെ നീക്കം. ദീപാദാസ് മുൻഷി ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി ഉടൻ ആശയവിനിമയം നടത്തി. വിരമിച്ച ജില്ലാ ജഡ്ജി N ശേഷാദ്രിനാഥിനെ സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാനുള്ള UDF സർക്കാരിൻ്റെ ശുപാർശയാണ് ഈ വിവാദങ്ങൾക്ക് അടിസ്ഥാനമായി മാറിയത്.
എൻ ശേഷാദ്രിനാഥിന് RSS അനുകൂല സംഘടനകളുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്നും RSSന്റെ അഭിഭാഷക സംഘടനയായ അഭിഭാഷക പരിഷത്തുമായി ഭാരതീയ അഭിഭാഷക പരിഷത്തുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് ശേഷാദ്രിനാഥ് എന്നായിരുന്നു കോൺഗ്രസിന്റെ KPCC ജനറൽ സെക്രട്ടറി കൂടിയായ PM നിയാസിന്റെ പരാതി. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഹൈക്കമാൻഡിനും നിയാസ് നേരത്തെ രേഖാമൂലം പരാതി നൽകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം വീണ്ടും ചർച്ചയായത്. ആ ചർച്ചയിൽ KPCC അധ്യക്ഷൻ കൂടിയായ മന്ത്രി സണ്ണി ജോസഫ് കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു വ്യക്തിയുടെ പേര് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചുവെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പക്ഷേ എൻ ശേഷാദ്രിനാഥിനെ തന്നെ ആ ചുമതലയിൽ നിയോഗിക്കണം എന്ന നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതോടെയാണ് ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിസഭയിലും തർക്കങ്ങൾ ഉണ്ടായി, ഭിന്നത ഉണ്ടായി എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് പാർട്ടി നേതൃത്വത്തിന് മുമ്പിൽ ഇതൊരു കടുത്ത വിമർശനത്തിന് വഴിവെക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി തീരുമാനം മറികടന്നുകൊണ്ട് ഈ വിഷയത്തിൽ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് കടക്കരുത് എന്ന കാര്യം അറിയിക്കുമെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ചുമതലയേൽക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പ്രധാനപ്പെട്ട 2 ചുമതലകളിൽ ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരാൻ പോകുന്ന ഇനി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുക, അതിൻ്റെ പൂർണ്ണ ചുമതല അദ്ദേഹത്തിനായിരിക്കും. അതോടൊപ്പം അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വരാനിരിക്കുന്ന മണ്ഡല പുനർനിർണയത്തിൽ കൃത്യമായ ഉത്തരവാദിത്തമുള്ള, അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ആ ചുമതലകൾ വഹിക്കുന്ന ഒരു നിർണായക പദവിയിലേക്ക് RSS പശ്ചാത്തലമുള്ള എൻ ശേഷാദ്രിനാഥിനെ പരിഗണിക്കുന്നത് BJPക്ക് ഗുണം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന ആശങ്കയാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു വിഭാഗം പങ്കുവെക്കുന്നത്. അതുകൊണ്ടാണ് അടിയന്തരമായി ഈ തീരുമാനത്തിൽ പുനർവിചിന്തനം വേണമെന്ന നിലപാട് അവർ ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സംഭവം വിവാദമാകുകയും പാർട്ടിയുടെ ദേശീയ നേതൃത്വം അതിൽ ഇടപെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ വിഷയത്തിലെടുക്കുന്ന തീരുമാനമായിരിക്കും ഇനി നിർണായകമായി മാറുക. സംസ്ഥാനത്ത് സെൻസസിന്റെ 2ാം ഘട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്നലെ രാത്രിയോടെ അവസാനിച്ചിരുന്നു. ഇന്ന് ഓരോ പ്രദേശത്തെയും കെട്ടിടങ്ങളുടെയും അവിടെ താമസിക്കുന്ന ആളുകളുടെയും കണക്കെടുപ്പിനാണ് തുടക്കമായിരിക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ പൂർത്തീകരിച്ചവരിൽ അവർക്ക് ലഭിച്ച കോഡ് നമ്പർ ഉദ്യോഗസ്ഥർക്ക് നൽകിയാൽ മതി. സെൽഫ് എന്യൂമറേഷൻ ഏറ്റവും അധികം പൂർത്തിയാക്കിയത് എറണാകുളം ജില്ലയിലാണ്. ഏറ്റവും കുറവ് ആളുകൾ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയത് ഇടുക്കി ജില്ലയിൽ. സെൻസസ് നടപടികളുടെ ഭാഗമായിട്ടുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയം ഇന്നലെ കഴിഞ്ഞിരുന്നു. അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ പെരിന്തൽമണ്ണയിലാണ്. ഇവിടെ സെൻസസിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. നമ്മോടൊപ്പം നഗരസഭാ സെക്രട്ടറി അടക്കമുള്ളവരും അതേപോലെ ഉദ്യോഗസ്ഥരൊക്കെ ചേരുന്നുണ്ട്. ഡയറക്റ്റായിട്ട് അവരുടെ ഓരോ വീടുകളിൽ നമ്മൾ കയറി എന്യൂമറേഷൻ നടത്തുകയാണ്. ഇപ്പം ഇന്ന് ആദ്യത്തെ ദിവസമായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് തുടക്കം കുറിക്കുകയാണ് ഇന്ന് ഇവിടെ. ഇതിപ്പോൾ എന്യൂമറേഷൻ സെൽഫ് എന്യൂമറേഷൻ ചെയ്തവർക്ക് പിന്നെ നമ്പർ കൊടുത്താൽ മാത്രം? അതെ, സെൽഫ് എന്യൂമറേഷൻ ചെയ്താൽ നമുക്കൊരു നമ്പർ വന്നിട്ടുണ്ടാവും. ആ നമ്പർ അവർ വരുമ്പോൾ പറഞ്ഞു കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക് നമ്പർ കയറുമ്പോൾ തന്നെ അവരിതെല്ലാം ചെയ്തിട്ടുണ്ടാവും. വെരിഫൈ ചെയ്ത് അവർ ഓക്കെ ചെയ്താൽ മാത്രം മതി. നമ്മളെല്ലാം 34 എണ്ണവും നമ്മൾ ലൈവായിട്ട് തന്നെ ഈ സൈറ്റിൽ കയറി ഓരോന്നും ടിക്ക് ചെയ്ത് കൊടുത്ത് ലൈവാക്കി കൊണ്ടുപോകണം. ഒരു സംശയം, വിദേശത്തുള്ളവരെ ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തുമോ? വിദേശമുള്ളവരെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ ചെല്ലുന്ന ദിവസം ആരാണോ ആ കുടുംബത്തിലുള്ളത്, ഇപ്പം ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് പോയിന്റ് ഒന്നുമല്ല, അവരിവിടെ താമസമില്ലെങ്കിൽ അവരെ ഉൾപ്പെടുത്താൻ പാടില്ലെന്നാണ്. അതേ സമയത്ത് വേറെ സ്റ്റേറ്റിലുള്ളവരോ കാര്യങ്ങളോ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഉൾപ്പെടുത്തിയും വേണം. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. വിദേശത്തുള്ളവരുടെ എണ്ണം നമ്മൾ എടുക്കും, പക്ഷേ വിദേശത്തുള്ളവരുടെ എണ്ണം നമ്മൾ എടുക്കില്ല. ഇല്ല, കാണിക്കില്ല. ഇപ്പൊ വിദേശത്തുള്ളവരെ നമ്മൾ ആ കണക്കിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇപ്പൊ ഈ എന്യൂമറേഷൻ എന്ന് പറയുന്നത് ഇന്ന ഒരു ഫിക്സഡ് ഡേറ്റ് ഇടും. ആ ഡേറ്റിൽ ഇവിടെ ഇന്ത്യയിൽ എത്ര ജനസംഖ്യ ഉണ്ടായിരുന്നു എന്നൊരു കണക്കാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പം വിദേശത്ത് ജോലിയായിട്ട് പോയിരിക്കുന്നവരോ അല്ലെ വിദേശത്ത് പോകണമെന്നില്ല, ഈ കേരളം വിട്ട് വേറെ വെളിയിൽ ജോലിയുള്ളവരാണെങ്കിൽ പോലും അവരെ ഉൾപ്പെടുത്താറ്. എന്നിട്ട് അവിടെ ഉൾപ്പെടുത്തും. നടപടിക്രമങ്ങളോട് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ സെൽഫ് എന്യൂമറേഷന്റെ ആ കണക്ക് കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എറണാകുളം ജില്ലയാണ് സെൽഫ് എന്യൂമറേഷൻ ചെയ്തതിൽ ഏറ്റവും മുന്നിലുള്ളത്. 2,89,497 പേർ അവിടെ സെൽഫ് എന്യൂമറേഷൻ ചെയ്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ 1,09,334 തിരുവനന്തപുരത്ത് 1,03,011 തൃശ്ശൂരിൽ 83,796. അങ്ങനെ ഇടുക്കിയാണ് ഏറ്റവും കുറവുള്ളത്. 22,519 പേർ മാത്രമാണ് ഇടുക്കിയിൽ സെൽഫ് എന്യൂമറേഷൻ ചെയ്തിട്ടുള്ളത്. അതായത്
സെൽഫ് ഇനുമറേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഈ സെൻസസിൽ എത്തുന്നവർക്ക് അത് അത്രയും വേഗത്തിൽ കണക്കാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. പക്ഷേ അതല്ലെങ്കിൽ ഈ സെൽഫ് ഇനുമറേഷൻ ചെയ്തതിൽ പിഴവ് പോലും ഈ ഉദ്യോഗസ്ഥർ ഇതുപോലെ എത്തി വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ തിരുത്തി നൽകാനും സാധിക്കും. എന്നാണെങ്കിലും സെൻസസ് നടപടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായിരിക്കുകയാണ്. ഈ മാസം 31-നകം പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശമാണ് ഇതിന് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത്. അതിൻ്റെ നടപടിക്രമങ്ങൾക്ക് തുടക്കമായി കഴിഞ്ഞു. അഖിലോട്ട് വർഗൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വിഴിഞ്ഞം തുറമുഖത്തെ പുതിയ നിക്ഷേപത്തെ ചൊല്ലി സർക്കാരും അദാനി ഗ്രൂപ്പും നേർക്കുനേർ. MSC കമ്പനിക്ക് 49% ഓഹരികൾ വിട്ടു നൽകിയ കാര്യം അറിയിച്ചില്ലെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഇത് സംബന്ധിച്ച ആശങ്കകൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും നിയമസഭയിൽ പങ്കുവച്ചു. കരാറിൽ കൃത്യമായ വ്യവസ്ഥയുണ്ടെന്നിരിക്കെ അദാനി കമ്പനിയിൽ നിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. അതേസമയം വിദേശ നിക്ഷേപത്തിന്റെ നേട്ടം കഴിഞ്ഞ സർക്കാരിന് ആണ് എന്നതായിരുന്നു ദേശാഭിമാനി ദിനപത്രത്തിന്റെ അവകാശം. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദേശ സ്വകാര്യ നിക്ഷേപം മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി നടത്തിയതിന് പിന്നാലെയാണ് ഇത് അറിഞ്ഞിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ നിലപാട് വ്യക്തമാക്കിയത്. 49% ഓഹരി, അതായത് അദാനി ഗ്രൂപ്പിന്റെ 49% ഓഹരിയാണ് MSCക്ക് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്നത്, കൈമാറാൻ ധാരണ എത്തിയിരിക്കുന്നത്. അതിലൂടെ ഏതാണ്ട് $1.4 ബില്യൺ, അതായത് 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപമായിരിക്കും വിഴിഞ്ഞത്ത് നടക്കുക. അതേസമയം ദേശാഭിമാനി പത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ അത് കഴിഞ്ഞ സർക്കാരിൻ്റെ നേട്ടമാണ് ഇത്രയും വലിയ വിദേശ നിക്ഷേപമെന്നാണ്. അതിന് ഘടകവിരുദ്ധമായ നിലപാടാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഭയിൽ സ്വീകരിച്ചത്. ആദ്യം മുഖ്യമന്ത്രി VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് 5 കാര്യങ്ങളിൽ ഉറപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമേ അങ്ങനെയൊരു നിക്ഷേപത്തിന് അതോറിറ്റി എന്ന നിലയിൽ സർക്കാർ അനുമതി നൽകുകയുള്ളൂ എന്ന് വ്യക്തമാക്കുകയായിരുന്നു. ഇതൊരു പത്രവാർത്തയിലൂടെ മാത്രമാണ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അദാനി പോർട്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു കത്തടപാടോ ഒരു ഇൻഫർമേഷനോ ഗവൺമെന്റ് നൽകിയിട്ടില്ല. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ കൺസെഷനെയറിന്റെ അകത്ത്, ഈ കൺസെഷൻ എഗ്രിമെന്റിന്റെ അകത്ത് ക്ലോസ് 5.3 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ദ കൺസെഷനെയർ ഷാൽ നോട്ട് അണ്ടർടേക്ക് ഓർ പെർമിറ്റ് എനി ചേഞ്ച് ഇൻ ഓണർഷിപ്പ് വിത്തൗട്ട് ദ പ്രിയർ അപ്രൂവൽ ഓഫ് ദി അതോറിറ്റി. അതോറിറ്റി ഈസ് ദ ഗവൺമെന്റ് ഓഫ് കേരള. നമ്മുടെ മുൻകൂർ അനുമതി ഇല്ലാതെ അവർക്ക് ഒരു തരത്തിലും ഇതിനകത്ത് ഒരു ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കമ്പനി ആക്ട് അനുസരിച്ചിട്ട് 25% മീതെയുള്ള ഒരു ഇത് കൊടുക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഓണർഷിപ്പ് ചേഞ്ചിലേക്ക് പോകുന്നതാണ്. 75%-ലേറെ പോയാൽ 25%-ലേറെ അത് ഒരു ഷെയർ കൊടുത്താൽ ഓണർഷിപ്പ് ചേഞ്ചാണ്. അപ്പോൾ ഓണർഷിപ്പ് ചേഞ്ച് ഈ ഗവൺമെന്റിന്റെ, കേരള ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ അവർക്ക് നടപ്പാക്കാൻ പറ്റില്ല. അതേസമയം മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട ഉയർന്നു വരാനിടയുള്ള ആശങ്കകൾ സഭയിൽ പരാമർശിച്ചത്. അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇത്തരത്തിൽ സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഒരു മൊണോപ്പൊളിക്കായിരിക്കും ഇതിലൂടെ തുടക്കം കുറിക്കുക. അത് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകാനും സംസ്ഥാനത്തിന്റെ വാണിജ്യ താല്പര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട്. അതായത് ബോധപൂർവം സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വരുമാനത്തിൽ കുറവ് വരുത്താൻ ഈ ഒരു നീക്കത്തിലൂടെ അവർക്ക് കഴിയും. അതൊരു ആശങ്കയാണ്. ആ ആശങ്കയ്ക്ക് പരിഹാരം കാണണം. അതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന പരാമർശങ്ങളെ സ്വാഗതം ചെയ്യുന്ന നിലപാട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പങ്കുവച്ചത്. ഈ MSC ഒരു കപ്പൽ കമ്പനിയാണല്ലോ. ആ കപ്പൽ കമ്പനിയുമായി പോർട്ട് ഓപ്പറേറ്റർ കൂടിയായ കൺസെഷണർ അദാനി കൂട്ടുടമസ്ഥതയിലാകുമ്പോൾ ഇവിടെ ഒരു കുത്തക അവകാശം, മൊണോപ്പൊളി സ്ഥാപിതമാവുകയാണ്. ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത്. ഇത് കേരളത്തിൻ്റെ വാണിജ്യ താല്പര്യങ്ങൾക്കും പോർട്ടിൻ്റെ ഭാവി വികസനത്തിനും അപകടകരമായിരിക്കുമെന്നാണ് ഞാൻ കാണുന്നത്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ വിഷയത്തിൽ ഒരേപോലെ നിലപാട് വ്യക്തമാക്കുമ്പോൾ അദാനി ഗ്രൂപ്പ് നിലവിലെടുത്തിരിക്കുന്ന തീരുമാനത്തിൽ ഒരു തരത്തിലുള്ള പിന്നോട്ട് പോക്കും നടത്താൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ആശങ്കകൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി അദാനി ഗ്രൂപ്പ് ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങളായിരിക്കും സർക്കാരിന് മുമ്പിൽ ഇനി വെക്കുക എന്നതാണ് ശ്രദ്ധേയം. എന്തായാലും മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും അനുവദിക്കില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കവുമായി സർക്കാർ മുമ്പോട്ട് പോവുകയില്ല എന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.
തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച വിഷയം ഇന്ന് നിയമസഭയുടെ പരിഗണനയ്ക്ക് വന്നു. പ്രതിപക്ഷം ഉന്നയിച്ച ഈ വിഷയത്തിൽ പ്ലാൻ ഫണ്ടിൽ വലിയ കുറവ് വന്ന കാര്യം മുഖ്യമന്ത്രി അംഗീകരിച്ചു. ഏകദേശം 1500 കോടിയോളം രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത് എന്നതാണ് പുതുക്കിയ ബജറ്റിലൂടെ സംഭവിച്ചിരിക്കുന്ന കാര്യം മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ മുഖ്യമന്ത്രിക്ക് രൂക്ഷ വിമർശനമാണ് കെ എൻ ബാലഗോപാൽ മുൻ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മുഖ്യമന്ത്രിയും പ്ലാനിംഗ് മന്ത്രിയും ധനമന്ത്രിയും ഒരാളായതിൻ്റെ പ്രശ്നങ്ങളാണ് കണ്ടു തുടങ്ങിയിരിക്കുന്നത്. 30,000 കോടി ബജറ്റിൽ വർദ്ധിപ്പിച്ചപ്പോൾ പ്ലാനിൽ കുറഞ്ഞത് 3000 കോടി രൂപയാണ്. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുണ്ടോ എന്നതിൽ സംശയമെന്നും കെ എൻ ബാലഗോപാൽ ആരോപിച്ചു. ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ എല്ലാ അധികാരവും കൂടി ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന്റെ പ്രശ്നമാണ് വകുപ്പുകൾ അനുഭവിക്കാൻ പോകുന്നത്. സാധാരണ ഈ പ്ലാൻ എങ്ങനെയാണ് ചെയ്യുന്നത്? പ്ലാനിംഗ് ബോർഡ് ചർച്ച ചെയ്യും, ഓരോ വകുപ്പ് മന്ത്രിമാരെയും വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ചർച്ച ചെയ്ത് പ്ലാൻ ഉണ്ടാക്കും. ഇവിടെ പ്ലാൻ വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ച മന്ത്രിസഭാ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തോന്ന് എനിക്കറിയില്ല. എല്ലാ പവറും ഫിനാൻഷ്യൽ പവേഴ്സ് മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇവിടെ ഒരു പ്രശ്നം മുഖ്യമന്ത്രിയും പ്ലാനിംഗ് മന്ത്രിയും ധനകാര്യമന്ത്രിയും ഒരാളാവുന്ന പ്രശ്നമാണ്. 30,000 കോടി രൂപ ഈ വർഷം ആക്ച്വൽ ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ വർദ്ധിച്ചപ്പോൾ 3000 കോടി രൂപയെ പ്ലാനിനകത്ത് വർദ്ധിച്ചുള്ളൂ. ഞങ്ങളുടെ പദ്ധതി അനുസരിച്ച് തന്നെ ആ 3000 കോടി വെട്ടിക്കുറച്ചിരിക്കുന്നു. അതാണ് 30,000 കോടി യഥാർത്ഥത്തിൽ വർദ്ധിച്ചല്ലോ, അതിന് സംശയമില്ലല്ലോ. 30,000 കോടി പ്ലാൻ കഴിഞ്ഞ വർഷത്തെക്കാളും ബഡ്ജറ്റ് ഈ വർഷം വർദ്ധിച്ചു. അതിനകത്ത് യാതൊരു തർക്കവും ശ്രീ വി ഡി സതീശനോ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയ്ക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഇല്ല. ആ 30,000 കോടി വർദ്ധിച്ചപ്പോൾ 3000 കോടി പ്ലാനിൽ കുറഞ്ഞു. മറ്റൊരു ശ്രദ്ധേയമായ നടപടിക്രമം ഇന്ന് സഭയിൽ നടന്നു. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കിയത് അംഗീകരിച്ചു നിയമസഭ. ചരിത്രപരമായ മുഹൂർത്തമെന്നാണ് സ്പീക്കറുടെ വാക്കുകൾ. പേരുമാറ്റത്തിൽ രാഷ്ട്രപതിയുടെ റഫറൻസ് സ്പീക്കർ നിയമസഭയിൽ വായിച്ചു. ആദ്യമായിട്ടാണ് ഇത്തരമൊരു വിഷയത്തിൽ രാഷ്ട്രപതിയുടെ റഫറൻസ് കേരള നിയമസഭയിൽ വരുന്നത്. പേരുമാറ്റത്തിൽ നിയമസഭയുടെ അഭിപ്രായം ആരാഞ്ഞുള്ളതായിരുന്നു റഫറൻസ്. പേരുമാറ്റം ഏകകണ്ഠമായിട്ടാണ് സഭ അംഗീകരിച്ചത്. പേരുമാറ്റത്തിൽ നേരത്തെ നിയമസഭാ പ്രമേയം പദ്ധതി നിർദ്ദിഷ്ട കാലയളവിനുള്ളിൽ പൂർത്തീകരിക്കും. ശബരിമല വികസനത്തിൽ സർക്കാർ തീരുമാനങ്ങൾക്ക് പലപ്പോഴും കോടതി എതിരാകുന്നുവെന്ന് മന്ത്രി കെ മുരളീധരൻ. ശബരിമലയിൽ എങ്ങനെ തൊഴണമെന്ന് പോലും കോടതി നിർദ്ദേശിക്കുകയാണ്. കോടതിയെ ബഹുമാനമുള്ളത് കൊണ്ടാണ് എതിർപ്പ് അറിയിക്കാത്തതെന്നും ദേവസ്വം മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ശബരിമലയുടെ കാര്യത്തിൽ എല്ലായ്പ്പോഴും ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും സർക്കാർ തീരുമാനങ്ങൾക്കും ദേവസ്വം ബോർഡ് തീരുമാനങ്ങൾക്കും എതിരായിട്ടാണ് പലപ്പോഴും വരുന്നത്. ഇപ്പോൾ ശബരിമലയിൽ എങ്ങനെ തൊഴുകണം എന്നുള്ള ഡയറക്ഷൻ പോലും ഹൈക്കോടതിയിൽ നിന്നാണ് വരുന്നത്. അത് ഒരു കോടതിയോട് ബഹുമാനമുള്ളതുകൊണ്ട് നമ്മൾ പ്രതികരിക്കുന്നില്ല എങ്കിലും ദേവസ്വം ബോർഡുകൾക്കോ സർക്കാരിനോ അല്ല ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ തീരുമാനം. ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ചർച്ച ചെയ്യാൻ ഈ മാസം 9-ന് ദേവസ്വം ബോർഡ് യോഗം ചേരുമെന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. ജില്ലയിൽ നിന്നുള്ള MLA-മാർ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനം ഭംഗിയായി നടത്തും. അടുത്ത മാസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പമ്പയിൽ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നടത്തുമെന്നും മുരളീധരൻ വ്യക്തമാക്കി. ഏകീകൃത ദേവസ്വം ബോർഡ് വേണമെന്ന ആവശ്യം ആലോചിച്ച് തീരുമാനിക്കേണ്ടതെന്നാണ് മന്ത്രി കെ മുരളീധരൻ പറയുന്നത്. നിയമസഭയിൽ ഇത് സംബന്ധിച്ച ചോദ്യത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. നിർദ്ദേശങ്ങൾ പല രീതിയിൽ വരുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ സർക്കാരിന് ഇടപെടാനുള്ള അധികാരമില്ലെന്നും കോടതി അഭിപ്രായം തേടുമ്പോൾ സർക്കാർ നിലപാട് അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശബരിമലയുടെ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് സാർ അംഗീകരിക്കാറ് അത് SITയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ആ അന്വേഷണത്തിൽ സർക്കാരിന് ഇടപെടാനുള്ള അവകാശമില്ല. ഹൈക്കോടതിയിൽ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് ചാർജ് ഷീറ്റ് കൊടുത്തതിന് ശേഷം സർക്കാരിനോട് അഭിപ്രായം ചോദിക്കുമ്പോൾ സർക്കാർ അഭിപ്രായം രേഖപ്പെടുത്തുന്നു. ഇതിനിടയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കാണുന്നു മുൻ ദേവസ്വം മന്ത്രി CPM നേതാവുമായ കടകംപള്ളി സുരേന്ദ്രൻ. ചെന്നിത്തലയുടെ വഴുതാക്കാട്ടെ വീട്ടിലെത്തിയായിരുന്നു ഈ കൂടിക്കാഴ്ച നടത്തിയത്. സൗഹൃദമായ സന്ദർശനമായിരുന്നു എന്നതാണ് കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചത്. ഇരുചക്ര വാഹനത്തിൽ ഹെൽമറ്റ് ധരിക്കാതെയാണ് കടകംപള്ളി സുരേന്ദ്രൻ എത്തിയത് എന്ന പ്രത്യേകതയുമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം തുടരവെയാണ് സന്ദർശനം എന്നതിന് രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ്. അതേസമയം ഹെൽമറ്റ് ധരിക്കാതെ കടകംപള്ളി സുരേന്ദ്രൻ യാത്ര ചെയ്തതിനെതിരെ കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പരാതി നൽകി. മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. അയോധ്യ ക്ഷേത്ര സംഭാവന തട്ടിപ്പ് അന്വേഷിക്കാൻ EDയും വരാൻ പോവുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ അന്വേഷണം ആവശ്യപ്പെട്ട് UP സർക്കാർ ഉടൻ തന്നെ
കേന്ദ്ര സർക്കാരിന് കത്ത് നൽകുമെന്നാണ് സൂചന. തട്ടിപ്പിൽ കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന സൂചനകൾ കൂടിയും പുറത്തു വരുന്നുണ്ട്. വിശദമായ അന്വേഷണമാണ് SIT ഇത് സംബന്ധിച്ച് നടത്തുന്നത്. ഈ തട്ടിപ്പ് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളും ഇതിനിടയിൽ പുറത്തു വന്നിട്ടുണ്ട്. പണം എണ്ണിക്കിരുന്ന സംഭാവന തുക എണ്ണി തിട്ടപ്പെടുത്തുന്ന മുറിയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്ന രീതിയിലുള്ള തട്ടിപ്പാണ് നടത്തിയത്. CCTVകളുടെ ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തി ആ ഇടങ്ങളിൽ ഒളിച്ചിരുന്ന് എണ്ണുന്ന പണം മാറ്റി മറ്റൊരു മുറിയിൽ ശുചിമുറിയിൽ സൂക്ഷിക്കുകയായിരുന്നു. പിന്നീട് ശുചിമുറിയിൽ നിന്നാണ് എടുത്തു മാറ്റിയത്. ഒരു സംഘം കൂട്ടമായി നിന്നാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നതാണ് കണ്ടെത്തൽ. CCTVകൾക്ക് യഥാർത്ഥത്തിൽ കൺട്രോളും ഉണ്ടാവുകയും അവിടെ പ്രത്യേക നിരീക്ഷണ സംവിധാനം ഉണ്ടെങ്കിൽ കൂടിയും ഈ പ്രതികൾക്കെല്ലാവർക്കും ക്ഷേത്ര ട്രസ്റ്റുമായി അടുത്ത ബന്ധമുണ്ടതിനാൽ തന്നെ ആരെയും സംശയിച്ചില്ല എന്ന കാര്യം കൂടി ഇപ്പോൾ SIT കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഇതിനകം തന്നെ രാജിവെച്ച ചമ്പത്രായി അടക്കമുള്ള ക്ഷേത്ര ട്രസ്റ്റികൾ അടക്കമുള്ള പ്രധാനികൾക്കെല്ലാം ഈ തട്ടിപ്പുകാരുമായി അടുത്ത ബന്ധമുണ്ടെന്ന വിലയിരുത്തൽ കൂടി പുറത്തു വരുന്നുണ്ട്. ED കൂടി ഈ അന്വേഷണത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടി ഒരു കേന്ദ്ര ഏജൻസിയുടെ കടന്നുവരവുണ്ടാവും. ഇതിനു പുറമെ മറ്റ് ഏജൻസികളിലും കൂടി കടന്നു വരുവാനാണ് സാധ്യത. വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പ്രതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ ഉണ്ടാകും. പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. ജിതിൻ മനഃപൂർവ്വം തെളിവ് നശിപ്പിച്ചതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. തെളിവ് നശിപ്പിക്കുന്നയാൾക്ക് ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. കോഴിക്കോട് ജില്ലാ കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കാപ്പ കേസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലറുമായ R. സുഗതനെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കി. 2 ദിവസത്തെ കസ്റ്റഡിക്ക് പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട്. മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോൾ വാഹനത്തിൽ വെച്ച് പോലീസ് തന്നോട് മോശമായി പെരുമാറിയെന്ന് ഇതിനിടയിൽ കോടതിയിൽ സുഗതൻ പറഞ്ഞു. കസ്റ്റഡിയിൽ തരാത്ത പ്രതിക്കൊപ്പം വട്ടിയൂർക്കാവ് SI പോയത് എങ്ങനെയെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. സുഗതന്റെ പരാതി കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിതിൻ മോഹൻ ചേരുന്നുണ്ട്. നിതിൻ, എന്താണ് കോടതി നടപടികൾ? സുഗതനെ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കുമോ? സുഗതന്റെ പരാതിയിൽ എന്തെങ്കിലും പരാമർശങ്ങൾ കോടതി നടത്തിയിട്ടുണ്ട്? സജിത്ത്, രാവിലെ 11 മണിയോടെയാണ് കാപ്പ കേസിൽ അറസ്റ്റിലായ പ്രതി സുഗതനെ കോടതിയിൽ ഹാജരാക്കിയത്. ഇവിടെ നിന്ന് കോടതി നിർദ്ദേശപ്രകാരം അവർ മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി, വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോഴാണ് വലിയൊരു കൊണ്ടുപോയിട്ട് തിരിച്ചെത്തുമ്പോഴാണ് സുഗതൻ വലിയൊരു ആരോപണം പോലീസുകാർക്കെതിരെ കോടതിയിൽ ഉന്നയിക്കുന്നത്. അദ്ദേഹത്തെ ഒരു ദിവസം ഈ പറയുന്ന രീതിയിൽ ജയിലിലിടുക എന്നുള്ളത് പോലീസിൻ്റെ ആഗ്രഹമായിരുന്നുവെന്നും തന്നോട് വലിയ മോശമായി പെരുമാറി എന്നുമാണ് പോലീസിനെതിരെ സുഗതൻ പറഞ്ഞത്. ഇപ്പോൾ മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ വേണ്ട ഉദ്യോഗസ്ഥർ ഇപ്പോൾ വട്ടിയൂർക്കാവ് ക്രൈം CI എത്തിയതിനു ശേഷം മാത്രം ഇനി കസ്റ്റഡിയിലോട്ട് വിട്ടു നൽകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാകുകയുള്ളൂ. സുഗതന്റെ അറസ്റ്റ് സംബന്ധിച്ച വ്യക്തത ഉണ്ടായിട്ടില്ല. കോടതി ഇത് പരിശോധിക്കുകയാണ്. കസ്റ്റഡിയിലേക്ക് വീണ്ടും വിട്ടുകൊടുക്കുമോ എന്ന കാര്യമാണ് അറിയാനുള്ളത്. എന്തായാലും സുഗതൻ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് തനിക്ക് മോശം അനുഭവം ഉണ്ടായി എന്ന കാര്യമാണ് കോടതിയിൽ പറഞ്ഞത്. കോടതി ഇത് രേഖപ്പെടുത്തുകയും ചെയ്തു. എന്തുകൊണ്ട് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകാതെ വട്ടിയൂർക്കാവ് SI ഒപ്പം യാത്ര ചെയ്തു എന്ന ചോദ്യമൊക്കെ ഉന്നയിക്കുകയും ചെയ്തു. കൊച്ചിയിലെ വിവാദ തൂഫാൻ യോഗം സ്വകാര്യ പരിപാടിയെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ. ഓപ്പറേഷൻ തൂഫാനായി ഗുണ്ടകളുടെ സഹായം ഇല്ല. നിരവധി ക്രിമിനൽ കേസ് പ്രതികളാണ് യോഗത്തിൽ പങ്കെടുത്തത്. അതേസമയം K. സുധാകരൻ എറണാകുളത്ത് ഉണ്ടെന്നറിഞ്ഞാണ് തങ്ങൾ ക്ഷണിച്ചതെന്നാണ് സംഘാടകരുടെ വിശദീകരണം. സുധാകരനെ അങ്ങോട്ട് സമീപിക്കുകയായിരുന്നുവെന്നുമാണ് ഈ സംഘാടകർ പിന്നീട് നൽകിയ വിശദീകരണം. കോൺഗ്രസ് നേതാവ് K. സുധാകരൻ MP കൊച്ചിയിൽ തൂഫാൻ വോളണ്ടിയേഴ്സുമാരുടെ യോഗം വിളിച്ചതിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ പങ്കെടുത്തതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ തുടരുകയാണ്. ഇതിൽ ഈ ക്രിമിനൽ സ്വഭാവമുള്ളവർ ഇതിൽ പങ്കെടുത്തുവെന്നും അതോടൊപ്പം തന്നെ പിറ്റേന്ന് തന്നെ അതിൽ യോഗത്തിൽ പങ്കെടുത്ത മട്ടാഞ്ചേരി ഷിബു എന്നൊരാൾ വധശ്രമ കേസിൽ പ്രതിയാവുകയും ചെയ്ത സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് ഇതിൽ വിമർശനം ഒന്നുകൂടി കടുത്തിരിക്കുന്നത്. ഇതിലിപ്പോൾ വിശദീകരണവുമായി അതിൻ്റെ സംഘാടകർ രംഗത്ത് വന്നിരിക്കുന്നു. സംഘാടകരിൽ ഒരാളായ സുഹൈൽ ഷാജഹാനാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണം വന്നിരിക്കുന്നത്. സുഹൈൽ ഷാജഹാൻ AKG സെൻറ്റർ ആക്രമണ കേസിലും അതോടൊപ്പം തന്നെ വിസ തട്ടിപ്പ് കേസിലും പ്രതിയായ ഒരാൾ കൂടിയാണ്. K. സുധാകരൻ്റെ അടുത്ത അനുയായിയാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്
ഇതിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം നൽകുക എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ടല്ല ഇത് ഇത്തരം സാഹചര്യങ്ങൾ ചെയ്യേണ്ടത്, അവർക്ക് കൂടി തിരിച്ച് വരാനുള്ള സാഹചര്യം ഒരുക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. ഒപ്പം അദ്ദേഹം പറയുന്നൊരു കാര്യം, തങ്ങൾ കെ സുധാകരനെ അങ്ങോട്ട് ചെന്ന് കാണുകയായിരുന്നു എന്ന് പറയുന്നു. കെ സുധാകരൻ കൊച്ചിയിലുണ്ടെന്നറിഞ്ഞ് ചെന്ന് കാണുകയായിരുന്നു. ആദ്യം കുറച്ച് പേരെയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അത് കൂടുതൽ ആളുകൾ ഇതിൽ കാണാനായിട്ട് അവിടേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ തങ്ങളുടെ ഒരു സാഹചര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് തങ്ങൾ നിലപാട് പറഞ്ഞുകൊണ്ട് ഈ ഓപ്പറേഷൻ തൂഫാനുമായി സഹകരിച്ചു പോകാമെന്ന് വ്യക്തമാക്കുകയായിരുന്നു എന്നതാണ് സുഹേൽ ഷാജഹാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. അഫീഷ്യലായിട്ട് നമുക്ക് ചെയ്ത ഫംഗ്ഷനുകൾ ഒരുപാടുണ്ട്. നമ്മളുടെ സ്റ്റേറ്റ് ലെവൽ ഉദ്ഘാടനം നമുക്ക് ഇവിടെ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അത് പോലീസ് നേതൃത്വത്തിൽ നടക്കக்கூடிய പരിപാടികളാണ്. അതിലെല്ലാവരും നമുക്ക് ഒരു വാളണ്ടിയേഴ്സായിട്ടും അവർക്കൊരു ഉള്ള കുട്ടികൾ അവർക്കൊരു ഗൈഡൻസ് ചെയ്യാൻ വേണ്ടിയും അതിന് ലഹരിക്കെതിരായിട്ടുള്ള ഒരു ശക്തമായിട്ട് നടപടിക്കാണ് നമുക്ക് മുൻകൂട്ടി പോയിക്കൊണ്ടിരുന്നത്. അത് കേന്ദ്രീകരിച്ച് പോലീസ് എല്ലാ നിയോജകമണ്ഡല രീതിയിലും അവിടെ ഉള്ള MLA-മാരുടെ നേതൃത്വത്തിൽ ഉള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അഫീഷ്യൽ അല്ലാതെയുള്ള കാര്യങ്ങളെ പറ്റി ഞാനൊന്നും പറയാം. ഈ വിഷയത്തിൽ വിശദീകരണം പല രീതിയിൽ ഇവർ നടത്തുന്നുണ്ടെങ്കിൽ കൂടിയും ഇതിൽ വിവാദങ്ങൾ ഇപ്പോഴും കത്തി നിൽക്കുക തന്നെയാണ്. കാരണം ഇതിൽ പെട്ട ആളുകൾ നിരവധി പേർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണത്. ഇതിൽ വിശദീകരണങ്ങൾ വരുന്നുണ്ടെങ്കിൽ കൂടിയും അത് മറ്റുള്ളവരും വിമർശന ബുദ്ധിയോടുകൂടിയാണ് കെ സുധാകരൻ്റെ ഈ പ്രവൃത്തിയെ കാണുന്നത്. പ്രത്യേകിച്ച് എറണാകുളം DCC തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് തങ്ങൾക്ക് ഇതിൽ യാതൊരു അറിവും ഇക്കാര്യത്തിൽ ഇല്ലായിരുന്നു എന്ന് പറയുന്നു. കോൺഗ്രസ് നേതാവ്, സമുന്നതനായ ഒരു കോൺഗ്രസ് നേതാവാണ്, മുൻ KPCC പ്രസിഡന്റാണ് അദ്ദേഹം. ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് തങ്ങളുടെ യാതൊരു അറിവുമില്ല എന്ന് എറണാകുളം DCC തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമാക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. ഒപ്പം പോലീസ് ഇന്നിപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞത് തങ്ങൾക്ക് ഈ ഓപ്പറേഷൻ തൂഫാൻ സംഘടിപ്പിക്കാനൊന്നും ഗുണ്ടകളുടെ സഹായം തങ്ങൾക്ക് ആവശ്യമില്ല, ഇത് പോലീസിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്, മറ്റാരുടെയും സഹായം ഇതിന് ആവശ്യമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ പോലീസ് ഇത് സംബന്ധിച്ച് ഈ കെ സുധാകരൻ വിളിച്ച യോഗം സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തുഫാൻ ഉള്ളത് നമുക്കൊരു ലഹരിക്കെതിരായിട്ട് പബ്ലിക്കും പ്രൈവേറ്റും അധ്യാപകർ സ്റ്റുഡൻസ് എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് അതൊക്കെ എതിരായിട്ട് നടக்கூடிய ഒരു ഗവൺമെൻറ്റുடைய പ്രോഗ്രാമാണ്. അതിനുடைய ഫങ്ഷൻസ് പോലീസ് ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ട്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സൈസ് നടത്തിയിട്ടുണ്ടായിരുന്നു. മറ്റേ ഭാരത് മാതാ കോളേജിലൊക്കെ മിനിസ്റ്ററൊക്കെ വെച്ച് യോഗം നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പരിപാടികൾ നമുക്ക് സ്റ്റുഡൻസും പിന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ പിന്നെ ഒരുപാട് വാളണ്ടിയർ ഓർഗനൈസേഷൻ ഈവൻ നമുക്ക് നടന്നിട്ടുള്ള ടൂറിസ്റ്റ് ഗൈഡ്സ്, റെസിഡൻറ്റ്സ് അസോസിയേഷൻ ഇവരൊക്കെ വിളിച്ചിട്ട് അവർ ഒരു തുഫാൻ വാരിയറായിട്ടുള്ള വാളണ്ടിയറായിട്ട് നമുക്ക് ഒരുപാട് ആൾക്കാർ യോഗം ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഭാഗമായിട്ട് മുൻകൂട്ടി പോകരുത്. സോ അങ്ങനെയുള്ള ഫംഗ്ഷനുകളിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ എന്നോട് നേതൃത്വത്തിൽ വന്നിട്ടില്ല. മറ്റേ വി ആർ നോട്ട് നോട്ടീസ്ഡ് എനിത്തിങ് ആണ്. പോലീസിന് ഗുണ്ടകൾ സഹായിക്കാമെന്നൊക്കെയാണ് അവരുടെ ക്യാമ്പയിൻ്റെ ഭാഗം തന്നെ. അല്ല, അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഗുണ്ടകളൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിൽ അവർക്ക് അറിയും അവരെന്താ പറയുന്നുണ്ട്. ഗുണ്ടാക്കൾ ലഹരിയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എതിരായിട്ട് ശക്തമായിട്ട് നടപടി ഉണ്ടാകും. അതിൽ യാതൊരു കുഴപ്പമില്ല. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം വോളണ്ടിയർമാരുടെ യോഗം വിളിച്ചതിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്നു. ഇതിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള സാഹചര്യത്തിൽപ്പെട്ടവർ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് എന്നത് സംബന്ധിയായ കാര്യങ്ങൾ വിശദീകരിക്കാൻ കെ സുധാകരനും ഇതുവരെ തയ്യാറായിട്ടില്ല. വൈകാതെ തന്നെ കെ സുധാകരൻ ഈ വിഷയത്തിലേക്ക് ഇടപെട്ടുകൊണ്ട് പ്രതികരിക്കുമെന്നാണ് പൊതുവിലുള്ള ഒരു പ്രതീക്ഷ. തിരുവനന്തപുരം പെരുങ്കുഴിക്ക് സമീപം കുപ്രസിദ്ധ ഗുണ്ടയും കാപ്പ കേസ് പ്രതിയുമായ മിന്നൽ ഫൈസലിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആളൊഴിഞ്ഞ വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നിരവധി കേസുകളിൽ പ്രതിയാണ് മിന്നൽ ഫൈസൽ. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. തിരുവനന്തപുരത്ത് MDMA-യുമായി 2 പേർ ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായി. തുമ്പ സ്വദേശികളായ സച്ചു, അഖിൽ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് MDMA, ഹാഷിഷ് ഓയിൽ, കഞ്ചാവ് എന്നിവ പിടിച്ചെടുത്തു. ബംഗളൂരുവിൽ നിന്നും കാറിൽ വരികയായിരുന്ന ഇവരെ കോവളം ജംഗ്ഷനിൽ വെച്ചാണ് പിടികൂടിയത്. നിയമസഭാ നടപടികൾ ബഹിഷ്കരിച്ച ശേഷം ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയാണ്.
മദ്യത്തിനുമേൽ ചുമത്തിയിരിക്കുന്നത്. ഇവിടെ അങ്ങനെ ചുമത്തിയ മദ്യനികുതിയിൽ 130% ഇളവ് അനുവദിച്ചുകൊണ്ട് പുതിയ രീതിയിൽ മദ്യം വ്യാപനത്തിനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. ഇത്തരമൊരു കാര്യം അതീവ ഗൗരവമായി നാടിനെ ബാധിക്കുന്നതും സമൂഹത്തെ ബാധിക്കുന്നതുമായ വിഷയമാണ്. ഏതൊരു ഗവൺമെൻറ്റായാലും ആ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന കക്ഷിയോ കക്ഷികളോ മുന്നണിയോ സ്വാഭാവികമായും ചർച്ച ചെയ്ത് വ്യക്തത വരുത്തിയതിന് ശേഷമാണ് ഇത്തരമൊരു കാര്യം വേണോ എന്ന് ഭരണം നടത്തുന്നവരുടെ തലത്തിൽ തീരുമാനിക്കുക. നാടിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മദ്യനികുതി കുറച്ച് 130% നികുതി കുറച്ച് നാട്ടിൽ മദ്യമൊഴുക്കുന്നതിനോട് ഈ നാടിൻ്റെ ഭാഗമായുള്ള ആബാലവൃദ്ധം ജനങ്ങളും എതിർക്കും എന്നത് തന്നെയാണ് വ്യക്തം. പക്ഷേ അവരവരുടേതായ കാരണങ്ങളാൽ ഇത്തരമൊരു നികുതി കുറവ് മദ്യത്തിന് വരുത്തണമെന്ന് ഭരിക്കുന്ന കക്ഷിക്കോ മുന്നണിക്കോ തോന്നുന്നു എങ്കിൽ അത് അവരുടെ തലത്തിൽ ചർച്ച ചെയ്യേണ്ടതാണല്ലോ. ഇവിടെ കാണുന്നത് ഇതേവരെ അത്തരമൊരു ചർച്ച ഇന്ന് കേരളം ഭരിക്കുന്ന UDF നടത്തിയിട്ടില്ല എന്നാണ്. മാത്രമല്ല എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പാർട്ടി, മുഖ്യമന്ത്രിയുടെ പാർട്ടി, ആ പാർട്ടിയും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. സാധാരണഗതിയിൽ ഇതുപോലൊരു പ്രധാനപ്പെട്ട വിഷയം മുന്നണി തലത്തിലോ പാർട്ടി തലത്തിലോ ചർച്ച ചെയ്യാതെ മന്ത്രിസഭയുടെ മുന്നിൽ പോയിനോ മന്ത്രിസഭയും അറിയില്ല. ഇതെല്ലാം വിചിത്രമായൊരു കാര്യമാണ്. കേരളത്തിൽ ഇതേവരെ ഇത്തരമൊരു മദ്യ ഒഴുക്കിനുള്ള സാഹചര്യം ഒരു സർക്കാരും ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. എന്താണ് ഇത്ര ധൃതി? എന്തുകൊണ്ടാണ് ഇത്ര കടുംപിടുത്തം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്? നേരത്തെ ഈ പ്രശ്നം ചർച്ച ചെയ്തപ്പോൾ അന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നത് ഞങ്ങൾ രാഷ്ട്രീയ തലത്തിൽ ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കൂ എന്നാണ്. നോക്കണം, ഇന്ന് ഫൈനാൻസ് ബില്ല് കേരള അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നു. ആ ബില്ല് അവതരിപ്പിക്കുന്നത് ഈ ഉദ്ദേശത്തോടെയാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ സഖാവ് KN ബാലഗോപാൽ ഒരു ക്രമപ്രശ്നം അസംബ്ലിയിൽ ഉന്നയിച്ചു. അതിതുമായി ബന്ധപ്പെട്ടതാണ്. അതിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി ഇത് നടപ്പാക്കാൻ പോകുന്നു എന്നുള്ള തരത്തിൽ തന്നെയാണ്. അപ്പോൾ നില വ്യക്തമാണ്. ഏത് എതിർപ്പുണ്ടായാലും ഇത് നടപ്പാക്കണമെന്ന വാശിയിലാണ്. എന്താണ് ഇത്ര വലിയ നിർബന്ധത്തിനും വാശിക്കും ഇടയാക്കിയത്? സാധാരണഗതിയിലുള്ള ഒന്നും അതിന് കാണാനാവില്ല. അവിടെയാണ് അഴിമതിയുടെ പ്രശ്നം വരുന്നത്. എന്താണ് ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിന് വ്യക്തമാക്കാനുള്ളത് എന്നത് ദുരൂഹമായിട്ടിരിക്കുകയാണ്. തീർത്തും ദുരൂഹമായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നിയമസഭയിൽ ഈ പ്രശ്നങ്ങളോട് ഒരു മുട്ടാപ്പോക്ക് നയം സ്വീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നയത്തിൽ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ സഭ ബഹിഷ്കരിക്കുന്നതിന് ഇടയായത്. കാരണം സഭയെ
സഭയുടേതായ രീതിയിൽ അംഗീകരിക്കാൻ, സാധാരണ പാർലമെൻ്ററി നടപടിക്രമങ്ങൾ വെച്ച് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ്. എപ്പോഴും നിയമസഭയാണ് ഇത്തരം കാര്യങ്ങളിൽ പരമാധികാരിയായിട്ടുള്ളത്. നിയമസഭ ഇവിടെ ചെയ്തിരിക്കുന്നത് നിയമസഭയിൽ ഇങ്ങനൊരു കാര്യം കൊണ്ടുവന്ന് പിന്നെ എക്സിക്യൂട്ടീവിന് നടപ്പാക്കാനുള്ള അവകാശം കൊടുക്കുകയാണ്. അതിൻ്റെ പിന്നിലുള്ള സംഭവങ്ങൾ വേറെയുണ്ട്. ഏതായാലും നിയമസഭയുടെ മേലെ എക്സിക്യൂട്ടീവിനെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു ശ്രമം കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കുകയാണ്. അപ്പോൾ അതിലൂടെ വലിയ തോതിലുള്ള അഴിമതിക്ക് അവസരമൊരുങ്ങും എന്നതാണ് നാം കാണേണ്ടത്. കൃത്യമായ മദ്യത്തിൽ എപ്പോഴും ലേലം വിളിയാണല്ലോ നമ്മൾ കാണാറുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപകമാകാൻ പോകുന്നു എന്നതാണ്. അഴിമതിയുടെ തുടക്കം കുറിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ വൻ അഴിമതിയുമായിട്ടാണ് ആരംഭിക്കുന്നത് എന്നതാണ് ഞങ്ങൾ ഇത്തരമൊരു പ്രതിഷേധ രീതി സ്വീകരിക്കാൻ ഇടയാക്കിയത്. ഇതിൽ ഒരു കാര്യം സി എം പറയുന്നത് ഫിനാൻസ് ബില്ല് ഇന്ന് പാസ്സായെങ്കിൽ പോലും അഡീഷണൽ വിജ്ഞാപനം ഇറങ്ങാതെ ഇത് പ്രാബല്യത്തിൽ വരില്ല എന്ന് പറയുന്നതിൽ എത്രത്തോളം അത് തന്നെയാണ് പ്രശ്നം. ഇവിടെ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പാക്കുന്ന നിലയായി. ആ നടപ്പാക്കുന്ന കാര്യത്തിൽ പിന്നീട് രാഷ്ട്രീയ തീരുമാനമെടുക്കുമെന്ന് പറയുന്നതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. നിയമസഭ അംഗീകരിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിന് അംഗീകാരം കൊടുക്കുകയാണ്, നിങ്ങൾ നടപ്പാക്കിക്കോന്ന്. അപ്പോൾ ബന്ധപ്പെട്ട ആരാണോ അവർ അതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുകയാണ് ചെയ്യുക. അവിടെയാണ് ഒളിച്ചുകളി വരുന്നത്. അതിനോടൊരു തരത്തിലും യോജിക്കാനാവില്ല. ബാർഗൈനിങ് കപ്പാസിറ്റി നേരത്തെ കെ എൻ ബാലഗോപാൽ പറഞ്ഞ പോലെ അവിടെയാണ് അതിന്റെ പ്രസക്തി. അവിടെയാണ് പ്രസക്തി. ഏത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൃത്യമായി സബ്ജക്ട് കമ്മിറ്റിയുടെ മുന്നിൽ പോയിട്ടാണ് ഫൈനാൻസ് ബില്ല് വന്നത്. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. കൃത്യമായി ചർച്ച ചെയ്തിട്ട് സബ്ജക്ട് കമ്മിറ്റിയുടെ മുന്നിൽ പോയിട്ടാണ് കാര്യങ്ങൾ അത് നടന്നിട്ടുള്ളത്. ബക്കാലിയുമായി ചർച്ച നടത്തിയിട്ടില്ല. പിണറായി വിജയനാണ് പ്രതിപക്ഷ നേതാവാണ് മാധ്യമങ്ങളെ കണ്ടത്. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് മുദ്രാവാക്യം വിളിച്ച് കവാടത്തിൽ ധനബില്ലിന്റെ ചർച്ച പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറിന്റെ വില കുറഞ്ഞു. 180 രൂപ കുറഞ്ഞ് 2951 രൂപയാണ് വില. എന്നാൽ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള 14.2 കിലോഗ്രാം LPG സിലിണ്ടറുകളുടെ വിലയിൽ ഇപ്പോൾ മാറ്റമില്ല. ഈ വർഷം ആദ്യമായിട്ടാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറച്ചത്. കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയിലും മംഗളൂരുവിലും വ്യാപകമായ നാശനഷ്ടം. മംഗളൂരുവിൽ വീടുകൾക്ക് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണ് 3 പേർ മരിച്ചു. കാസർഗോഡ് കീഴൂരിൽ വീട് തകർന്നു വീണ് കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചന്ദ്രഗിരി പാലം വഴി സംസ്ഥാന പാതയിൽ കോട്ടരുവത്ത് കുന്നിടിഞ്ഞ് കൂറ്റൻപാറ കാറിന് മുകളിലേക്ക് പതിച്ചു. യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഒപ്പം ദക്ഷിണ കന്നഡ ജില്ലകളിലും വ്യാപക നാശനഷ്ടം. മംഗളൂരുവിലാണ് ഏറ്റവും വലിയ ദുരന്തമുണ്ടായത്. മണ്ണിടിഞ്ഞ് വീണ് 3 പേർ മരിച്ചു. ബീഹാർ സ്വദേശിയായ ലാൽബാബുവിൻ്റെ മക്കളായ ചൗരസ്യ, പ്യാരി, അതുപോലെ തന്നെ അയൽവാസിയും ബീഹാർ സ്വദേശിയുമായ ബാലകൃഷ്ണയുടെ ഭാര്യ ശാന്ത എന്നിവരാണ് മരിച്ചത്. ഇതിൽ ബാലകൃഷ്ണയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ 4 വീടുകളുടെ ചുമരുകൾ ഭാഗികമായി തകർന്നു. 2 വീടുകൾക്ക് മുകളിലാണ് മണ്ണിടിഞ്ഞ് വീഴുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും മഴ ഇപ്പോഴും ദക്ഷിണ കന്നഡ മേഖലകളിൽ ശക്തമായി തുടരുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലും വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കീഴൂർ കടപ്പുറത്ത് ശാരിക എന്ന് പറയുന്നവരുടെ മത്സ്യത്തൊഴിലാളിയുടെ വീട് പൂർണ്ണമായും നിലംപൊത്തുന്ന സാഹചര്യമുണ്ടായി. കിടപ്പ് രോഗിയായ മകനുൾപ്പെടെ 5 പേർ താമസിക്കുന്ന വീടാണിത്. ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്കെന്ന് പറയേണ്ടി വരും. ഇതിൽ 2 പേർക്ക് പരിക്കേറ്റു. ഇവർക്ക് നിസാര പരിക്കാണേറ്റത്. ഏതായാലും ഈ വീട് പൊളിഞ്ഞ് തകർന്ന് വീഴുന്ന സമയത്ത് ഇവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും അതോടൊപ്പം
കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ കോട്ടരുവിയിലാണ് വലിയ കൂറ്റൻ പാറ ഈ താഴേക്ക് റോഡിലേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു ഇന്നോവ കാറിന് മുകളിലേക്കാണ് ഇത് പതിച്ചത്. പക്ഷേ വലിയ പരിക്കുകൾ ആർക്കുമില്ല. വാഹനത്തിൻ്റെ മുൻവശം തകർന്ന സാഹചര്യമുണ്ടായി. ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് ഇത്. ഈ കോട്ടരുവി എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നേരത്തെ മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് മതിലുകൾ കെട്ടി മണ്ണിടിച്ചിൽ ഭീഷണി നിലനിർത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ അതിനു മുകളിൽ നിന്നാണ് വലിയ പാറകൾ താഴേക്ക് തകർന്നു വരുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ മേഖലകളിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. എന്തായാലും കഴിഞ്ഞ ഈ ദിവസം മുതൽ ശക്തമായ മഴയാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. മിക്ക പുഴകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. ബേക്കൽ പുഴയൊക്കെ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വരും ദിവസങ്ങളിലും മഴ തുടർന്നാൽ ഇത്തരത്തിൽ പുഴകൾക്ക് സമീപം താമസിക്കുന്നവർ മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. എല്ലാ പുഴകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കടൽക്ഷോഭത്തിനും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വരുന്ന 3 ദിവസം കൂടി ശക്തമായ മഴ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. മഴ ശക്തമായാൽ പലയിടങ്ങളിലും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാവും. ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യവുമുണ്ട്. മലയോര മേഖലകളിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലകളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമായിട്ടുണ്ട്. ആരും തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടില്ല. പലരും ബന്ധുവീടുകളിലേക്ക് മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും വരും ദിവസങ്ങളിലും മഴ ശക്തമാകും. കണ്ണൂരിലും കാസർഗോഡിലും ഒപ്പം ദക്ഷിണ കന്നഡ ജില്ലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയോര മേഖലകളിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം. മണ്ണിടിച്ചിൽ ഭീഷണി പല സ്ഥലത്തും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. കാസർഗോഡ് നിന്നും KB ബൈജു, ന്യൂസ് 18. കോഴിക്കോട് ഓമശ്ശേരിയിൽ വൻ ദുരന്തമൊഴിവായി. ശക്തമായ മഴയിലും കാറ്റിലും ലൈൻ പൊട്ടിവീണ വെള്ളക്കെട്ടിൽ നിന്ന് ഷോക്കേറ്റ് 5 കുറുക്കന്മാർ ചത്തു. ഇന്ന് പുലർച്ചെ ഓമശ്ശേരി പഞ്ചായത്തിലെ ഓമശ്ശേരി വെസ്റ്റ് വെണ്ണക്കോട് ആണ് സംഭവമുണ്ടായത്. ആളുകൾ സ്ഥിരമായി നടന്നു പോകുന്ന വഴിയിലാണ് ലൈൻ പൊട്ടി വീണത്. KSEBയുടെയും നാട്ടുകാരുടെയും സമയോചിതമായ ഇടപെടൽ മൂലം പ്രദേശത്തു നിന്നും വൻ ദുരന്തമാണ്. തിരുവനന്തപുരം നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരൻ്റെ മരണത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് പോലീസ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. കോഴിക്കോട് നെടുമങ്ങാട് DYSP അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകി. സ്വമേധയാ സ്വീകരിച്ച ഹർജി 4 ആഴ്ചയ്ക്ക് ശേഷം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ലോകമെങ്ങും ഫുട്ബോൾ. നോക്കൌട്ടിൽ മുൻ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് ഇന്ന് DR കോങ്കോയെ നേടും. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി എത്തുന്ന ഇംഗ്ലണ്ടിന് ചരിത്രത്തിലാദ്യമായി നോക്കൌട്ടിലെത്തിയ കോങ്കോ വെല്ലുവിളിയാകുമോ എന്ന ആശങ്കയുണ്ട്. ഇംഗ്ലീഷ് ആരാധകർക്ക് ആണ് ഈ ആശങ്കയുണ്ടാവുന്നത്. അറ്റ്ലാന്റയിൽ രാത്രി 9:30 മത്സരം. പരാജയമറിയാതെ ഗ്രൂപ്പ് എല്ലിലെ 1-ാം സ്ഥാനക്കാരായാണ് ഇംഗ്ലീഷ് പട അറ്റ്ലാന്റയിൽ ഇറങ്ങുന്നത്. ക്രൊയേഷ്യയും പനാമയും തകർത്ത് മുന്നേറുന്ന 3 ലയൺസിന് ലോകകപ്പിലെ തങ്ങളുടെ എക്കാലത്തെ മികച്ച ഗോൾ വെട്ടക്കാരനായി മാറിയ ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ഫോമിലുള്ളത് വലിയ കരുത്താണ്. ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം, റാഷ്ഫോർഡ് തുടങ്ങിയ താരങ്ങൾ സ്കോറിംഗ് മികവ് കാട്ടുന്നതും ഇംഗ്ലണ്ടിന് പ്രതീക്ഷ നൽകുന്നു. ബുക്കായോ സാക്കയും മധ്യനിരയിൽ ഡെക്ലൻ റൈസും എലിയറ്റ് ആൻഡേഴ്സണും കൂടി ചേരുന്നതോടെ ഇംഗ്ലീഷ് ആക്രമണം മികച്ചതാകും. പോർച്ചുഗലിനെ 1-1 സമനിലയിൽ കുരുക്കുകയും ഉസ്ബെക്കിസ്ഥാനെ 3-1 തോൽപ്പിക്കുകയും ചെയ്ത കോങ്കോയുടെ പ്രതിരോധം കടുകട്ടിയാണ്. 3 ഗോളുകളുമായി തിളങ്ങി നിൽക്കുന്ന മുന്നേറ്റ നിര താരം യോവാൻ വിസയും പ്രതിരോധത്തിൽ ആരോൺ വാൻ ബിസാക്കിയും നയിക്കുന്ന കോങ്കോ പടയ്ക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ആദ്യമായിട്ടാണ് രാജ്യാന്തര ഫുട്ബോളിൽ ഇരു ടീമും നേർക്കുനേർ വരുന്നത്. കോങ്കോയുടെ അട്ടിമറി വീര്യത്തിന് മുന്നിൽ ഇംഗ്ലണ്ട് വീഴുമോ അതോ 3 ലയൺസ് പ്രീ ക്വാർട്ടറിലേക്ക് കുതിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം. വിങ്ങുകളിലൂടെ ഇംഗ്ലണ്ട് നടത്തുന്ന മുന്നേറ്റങ്ങൾക്ക് കോങ്കോ എങ്ങനെ പ്രതിരോധം തീർക്കുമെന്നതാകും മത്സരത്തിന്റെ വിധി നിർണ്ണയിക്കുക. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. രാത്രി 1:30 നടക്കുന്ന നോക്കൌട്ട് മത്സരത്തിൽ ബെൽജിയം ആഫ്രിക്കൻ കരുത്തരായ സെനഗലിനെ നേരിടും. ഗ്രൂപ്പ് ജിയിൽ 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താണ് ബെൽജിയം നോക്കൌട്ടിൽ എത്തിയത്.
മികച്ച 3-ാം സ്ഥാനക്കാരിൽ ഉൾപ്പെട്ടാണ് സെനഗൽ നോക്കൌട്ടിലേക്ക് കടന്നത്. സീറ്റിലെ ലുമൻ ഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പുലർച്ചെ 5:30 ആതിഥേയരായ USA ബോസ്നിയ ഹൊസേഗാവിയയെ നേരിടും. ഗ്രൂപ്പ് ബിയിലെ 3-ാം സ്ഥാനക്കാരനായിരുന്നു ബോസ്നിയ. മികച്ച 2 വിജയങ്ങൾക്ക് ശേഷം അവസാന മത്സരത്തിൽ തുർക്കിയോട് തോറ്റതാണ് യുഎസിന്റെ ആശങ്ക. ഇക്വഡോറിനെ തകർത്ത് മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ആതിഥേയരുടെ ജയം. മത്സരത്തിന്റെ 22-ാം മിനിറ്റിൽ ജൂലിയൻ കിനോസെൻസും 31-ാം മിനിറ്റിൽ റൗൾ ജിമേനസുമാണ് മെക്സിക്കോയ്ക്ക് വേണ്ടി ഗോൾ നേടിയത്. ലോകകപ്പിൽ ഫ്രാൻസിന്റെ മിന്നും പ്രകടനം തുടരുകയാണ്. സ്വീഡനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് ഫ്രഞ്ച് പടയുടെ മുന്നേറ്റം. കിലിയൻ എംബാപ്പെ ഇരട്ട ഗോളുകളോടെ തിളങ്ങിയപ്പോൾ ബ്രാഡി ബാർക്കോളയും ഗോൾ സ്കോർ ചെയ്തു. 45-ാം മിനിറ്റിലാണ് എംബാപ്പയിലൂടെ ഫ്രാൻസ് ലീഡെടുത്തത്. ലോകകപ്പ് നോക്കൌട്ട് ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് ഇതോടെ എംബാപ്പെ സ്വന്തമാക്കി. 53-ാം മിനിറ്റിൽ ബാർക്കോള ഫ്രാൻസിന്റെ 2ാം ഗോൾ നേടി. 74-ാം മിനിറ്റിൽ ഒലീസെ നൽകിയ ക്രോസ് എംബാപ്പെ വലയിലെത്തിച്ചു. 2 ഗോളുകളോടെ കിലിയൻ എംബാപ്പെ ലോകകപ്പിലെ തന്റെ ആകെ ഗോൾ സമ്പാദ്യം 18 ഉയർത്തി. ഇതോടെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരങ്ങളുടെ പട്ടികയിൽ മിറോസ്ലാവ് ക്ലോസയെ മറികടന്ന എംബാപ്പയ്ക്ക് മുന്നിലുള്ളത് ഇനി ലയണൽ മെസ്സി മാത്രം. ഇനി സ്വർണ്ണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,905, പവന് 1,03,240. 18 ക്യാരറ്റ് ഗ്രാമിന് 10,660, പവന് 85,280. വെള്ളി ഗ്രാമിന് 240, കിലോഗ്രാമിന് 2,40,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇനി സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.